ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പപ്പട ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പൊരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്യുന്നത്. ഈ തേങ്ങയുടെയും പപ്പടത്തിൻ്റെയും ഒക്കെ അളവുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര മതി. ഇനി ഞാൻ ഇതിലേക്ക് 5 ചീരുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 3 വറ്റൽ മുളകുണ്ട്. അത് നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നും ആഡ് ചെയ്യേണ്ട. ഞാനിപ്പോൾ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 വറ്റൽ മുളക് ആഡ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വാളംപുളിയും ഇട്ടിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം മതി. ഇപ്പം തന്നെ നല്ല എരിവുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് കളറും കുറച്ചുകൂടി ഒന്ന് എരിവ് കൂടാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി ആഡ് ആക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. വേറെ ഡിഷുമായി വരുന്നവരേക്കും ബൈ.